നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ വഞ്ചനയുടെ കളി ആസൂത്രണം ചെയ്ത് ഇറാനെ കെണിയിൽപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. പശ്ചിമേഷ്യയിൽ വലിയ ആക്രമണങ്ങളാണ് ഇറാനിൽ അഴിച്ചുവിടുന്നത്. ഇറാന്റെ റെയിൽവേ പാളങ്ങൾ, മറ്റ് സംവിധാനങ്ങളൊക്കെ ഏകദേശം തകർന്നു കഴിഞ്ഞു എന്നുള്ള വാർത്ത, അതായത് അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്ത വരുന്നു. അതിലേറെ തിരിച്ചടി ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നു. അതായത് ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ഇപ്പോൾ ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പ്ലാനിങ്, അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കരാർ എന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. അതീവ ഞെട്ടലോടെയാണ് ലോകം ഈ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സമാധാന കരാർ തയ്യാറാക്കിയതായിട്ട് ലോകത്തെ വിശ്വസിപ്പിച്ച ശേഷം പെട്ടെന്ന് അത് കീറി മുറിച്ച് വലിച്ചെറിഞ്ഞ് ഇറാനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ട്രംപ്. ഇനി ടെഹ്റാനുമായിട്ട് സംസാരിക്കുന്നത് ഉചിതമല്ല, ആ ഉപരോധങ്ങൾ പഴയപടി തന്നെ തുടരും, അദ്ദേഹം ഇറാൻ അനുഭവിക്കാൻ കിടക്കുന്നു എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ ലോകം മുഴുവൻ സ്തംഭിച്ചു പോയി എന്നുള്ളതാണ് വസ്തുത. കാരണം പശ്ചിമേഷ്യയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അത് ലോകത്ത് മുഴുവൻ പ്രതിസന്ധിയാണ് എന്ന ഇപ്പോഴത്തെ പ്രതിസന്ധി തുടങ്ങിയ ശേഷം 12ാമത്തെ ദിവസം നമ്മൾ ഇന്ത്യക്കാർ അനുഭവിച്ചതാണ്. അതിനു മുമ്പ് അനുഭവിച്ച രാജ്യങ്ങളുമുണ്ട്, അതിനുശേഷം ഇപ്പോൾ അനുഭവിച്ചു തുടങ്ങിയ രാജ്യങ്ങളുമുണ്ട്. അതായത് ലോകരാജ്യങ്ങൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാൽ ഇറാനാകട്ടെ ദൃഢനിശ്ചയത്തോടെ നൽകിയിട്ടുള്ളൊരു മറുപടി അത് വെറും വാക്കല്ല, ഈ ഭൂമിയെ തന്നെ വിറപ്പിക്കുന്ന അതിശക്തമായ ഒരു മറുപടി. ഏതൊക്കെ രാജ്യങ്ങൾ ആരൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവരെയൊക്കെ വിറളി പിടിപ്പിക്കുന്ന ഒരു മറുപടിയാണ് ഇറാൻ കൊടുത്തത്. അയത്തുള്ള അലി ഖൊമൈനിയുടെ രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള ആ കടുത്ത ദുഃഖാചരണത്തിനിടയിലും ഇറാനികൾ ലക്ഷക്കണക്കിന് അവർ ഒന്നിച്ച് അണിനിരന്നുകൊണ്ട് ഇറാഖിൽ വരെ നടന്നിട്ടുള്ള വിലാപയാത്രകളിലും സംസ്കാര ചടങ്ങുകളിലുമൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഒക്കെ പങ്കെടുക്കുന്ന കണ്ടപ്പോൾ ട്രംപിന്റെ കണക്ക് കൂട്ടലുകൾ പാടെ തകർന്ന് തരിപ്പണമായി പോയി എന്നതാണ് വസ്തുത. ഖമേനി ഇല്ലാതായി കഴിഞ്ഞാൽ ഇറാനികൾ ആഹ്ലാദ നൃത്തം ചവിട്ടും, അല്ലെങ്കിൽ ഖമേനിയെ ഇറാനിയൻ ജനത വെറുക്കുന്നു, അതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കും എന്നൊക്കെയാണ് ട്രംപ് അടിച്ചുവിട്ടിരുന്നത്. നേരത്തെ ട്രംപിന്റെ പ്രതീക്ഷയും അതൊക്കെ തന്നെയായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം തികച്ചും വിപരീതമാണ്. സംഭവിച്ചപ്പോൾ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ജനങ്ങൾ ഒരു സമുദ്രം പോലെ, ഒരു മഹാസമുദ്രം പോലെ ഒഴുകിയെത്തി രാജ്യത്തിന്റെ പരമാധികാരവും ആത്മാഭിമാനവും സംരക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പിന്നീട് അവരുടെ വിഭാഗികളൊക്കെ മറന്ന ഭരണകൂടത്തോടൊപ്പം ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതൊരു നേതാവിന്റെ ഒരു വിയോഗം മാത്രമായിരുന്നില്ല ഇപ്പോഴത്തെ, മറിച്ച് ഒരു രാജ്യത്തിന്റെ ധീരമായ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു, എല്ലാ വിഭാഗിതയും അവസാനിച്ചിട്ട് ഒറ്റയ്ക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു തൻ്റെടം, ആ തൻ്റെടത്തിലൂടെ ഒരു ഐക്യം അതവിടെ രൂപപ്പെടുകയായിരുന്നു ഈ ഒരു യുദ്ധത്തിലൂടെ എന്ന് വേണമെങ്കിൽ ഇറാന്റെ കാര്യത്തിൽ നമുക്ക് പറയാം. ട്രംപിന്റെ നീക്കങ്ങൾ പൂർണ്ണമായും ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള രഹസ്യ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഇത് ഇപ്പൊ തന്നെ വ്യക്തമായിട്ടുണ്ട്. ഗസയില്, ലെബനനിലൊക്കെ സംഭവിച്ച പോലെ ഡെസ്പയർ കരാർ ഒപ്പിട്ട ഉടനെ തന്നെ ഹോർമൂസ് കടലിടുക്കില് സൗദി ഖത്തർ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഇതിനു പിന്നിൽ ഇറാനാണ് എന്ന് അമേരിക്ക ഉടനടി വേർതിരിച്ചുകൊണ്ടും ചെയ്തു. സാധാരണ ഇറാന്റെ ഒരു സ്വഭാവം തങ്ങൾ ചെയ്താൽ ചെയ്തു എന്ന് തന്നെ പറയുന്നതാണ്. പക്ഷെ ഈ ഒരു കേസുകളൊന്നും ഇറാൻ ഏറ്റെടുത്തിട്ടുമില്ല, ഇറാൻ അറിഞ്ഞ മട്ട് നടിക്കുന്നുമില്ല. അതായത് അമേരിക്കയാകാം ഇതിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ആകാം ഇതിന്റെ പിന്നിൽ. അത്തരത്തിലൊരു അക്രമം നടത്തിയ ശേഷം അത് ഇറാന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഈ കരാർ വലിച്ചു കീറാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിരുന്നിരിക്കണം എന്ന് വേണം ആലോചിക്കാൻ. 80-ലധികം ഇറാനിയൻ ലക്ഷ്യങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതായിട്ടാണ് ട്രംപ് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇറാന് അതിശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ അടിവയറ്റത്തിന് പരിഹരിക്കുന്ന രീതിയിൽ US ഫിഫ്ത് ഫ്ലീറ്റിന്റെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് തരിപ്പണമാക്കിയിട്ടുണ്ട്. ആക്രമണങ്ങളും ഭീഷണികളൊന്നും ഞങ്ങളെ ബാധിക്കുന്നുമില്ല, ഞങ്ങൾ അതിശക്തമായി തന്നെ പ്രതികരിക്കും, നിങ്ങൾ എന്ത് കാണിച്ചാലും അതിന് തിരിച്ചടി ലഭിക്കും എന്ന് ഇറാൻ ലോകത്തിന് മുമ്പിൽ വ്യക്തമായ മറുപടിയും കൊടുത്തു കഴിഞ്ഞു. അവരുടെ ആത്മീയ നേതാവിന് വേണ്ടിയിട്ടുള്ള ആ ചടങ്ങുകളൊക്കെ നടക്കുന്ന ഈ സമയത്തും അവർ ജാഗരൂകരായി തങ്ങളെ ശത്രുക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണത്. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോ പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ലോകത്തിന്റെ എണ്ണ ഗതാഗതത്തിന്റെ ജീവനാഡിയായ ഈ കടലിടുക്ക് അടച്ചാൽ ആഗോള സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മുമ്പ് 3.5 മാസം ഇത് അടച്ചിട്ടപ്പോൾ അമേരിക്കയ്ക്ക് തലകുനിക്കേണ്ടി വരികയും ഇറാന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടിയും ചെയ്തത് അതുകൊണ്ടാണ്. ഒരു വ്യാജ കരാറൊക്കെ ഉണ്ടാക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഇപ്പോ വീണ്ടും സമാനമായ ഒരു സാഹചര്യമാണ് സംജാതമാകുന്നത്. ട്രംപിന്റെ ഇരട്ടത്താപ്പും ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയും ഒക്കെ ഇറാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടത്തുമ്പോൾ തന്നെ മറുവശത്ത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് ആക്രമണങ്ങൾ നടത്തുന്നത്
അതിൽ നിന്ന് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാണ്. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കറുടെ പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. ഈ സമയത്ത് ആക്രമണങ്ങള്, ഭീഷണികള് അതൊന്നും ഇനി ഫലിക്കൂല. അദ്ദേഹം അത് ഉറപ്പിച്ചു പറയുന്നു, അതൊന്നും ഇങ്ങോട്ട് ഇറക്കുകയും വേണ്ടാന്ന്. വെറും ഭീഷണിയല്ല, മറിച്ച് യാഥാർത്ഥ്യമാവുകയാണ്. യുദ്ധം ഇനി നിയന്ത്രണാതീതമായി മാറാൻ വലിയ സാധ്യത ഉണ്ട് എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാത്രി തന്നെ ഇറാന്റെ അടുത്ത നീക്കങ്ങൾ ലോകത്തെ ഞെട്ടിച്ചേക്കാം എന്നുള്ള വാർത്ത പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അമേരിക്കയുടെ കൂടുതൽ സൈനിക താവളങ്ങൾ ഇറാന്റെ ആക്രമണം നേരിട്ട് കഴിഞ്ഞാൽ ട്രംപ് എന്താണ് ചെയ്യുക? മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് അദ്ദേഹം നീങ്ങുമോ, അതോ തലകുനിക്കുമോ, അതോ വീണ്ടും ഒരു വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് വരുമോ? ഇതൊക്കെയാണ് നോക്കുന്നത്. ഗൾഫ് മേഖല മുഴുവൻ ഒരു വലിയ യുദ്ധഭൂമിയാകാൻ പോവുകയാണ്. ഇതോടെ എണ്ണവില ഇനിയിപ്പോൾ ആകാശം മുട്ടെ ഉയർന്നേക്കാമെന്നുള്ള ഒരു ആശങ്കയുമുണ്ട്. കാരണം വലിയ വിലക്കയറ്റം ഉണ്ടാകും. അത് ലോക ജന ജീവിതത്തിന്റെ നട്ടലൊടിക്കുന്ന ഒരു അസ്ഥിര അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം പോലും ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു എന്നതാണ് ഒരു വശത്ത് പറയുന്നത്. പക്ഷെ അതൊരു നാടകമാണ് എന്ന നിലയിൽ ഒരു വാദം മറുവശത്തുമുണ്ട്. ട്രംപ് നെതന്യാഹുവിനെ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു വശത്ത് ഇസ്രായേലിനെ പരസ്യമായി പിന്തുണയ്ക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇറാനുമായി ചില വിട്ടുവീഴ്ചകൾക്ക് ട്രംപ് തയ്യാറാകുന്നതായും കാണാം. പക്ഷെ ആ വിട്ടുവീഴ്ചകളൊക്കെ തങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തങ്ങൾ പറയുന്ന പരിധിയിലേക്ക് ഇറാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തങ്ങൾക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ടാണ് എന്നൊരു മറുവാദം കൂടിയുണ്ട്. അതായത് ഒരു സമ്മിശ്ര ഇടപെടലാണ് പശ്ചിമേഷ്യയിൽ ഇപ്പം നടന്നു വരുന്നത്. എന്നാൽ ഇതെല്ലാം ഇറാന്റെ ഒരു നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തകർന്നടിയുന്ന ഒരു കാഴ്ച പശ്ചിമേഷ്യയിൽ നിന്ന് കാണുന്നുമുണ്ട്. എന്നാൽ ഈ കുൽസിത ചിന്തകളെല്ലാം ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചകളും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ കാണുമ്പോൾ ഹൃദയം സത്യത്തിൽ ഭയത്താൽ വിറയ്ക്കുമെങ്കിലും അതോടൊപ്പം തന്നെ വലിയൊരു അഭിമാന ബോധവും ഉണരുന്നുണ്ട്. ഒരു രാജ്യം തങ്ങളുടെ ആത്മാഭിമാനത്തിനും പരമാധികാരത്തിനും വേണ്ടി ഇത്രയധികം ധീരതയോടെ പോരാടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം വാക്കുകൾക്കപ്പുറമാണ്. ലോകം ഇനിയൊരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. ഇറാന്റെ ധൈര്യം, അവിടുത്തെ ജനതയുടെ ഒത്തൊരുമിച്ചുള്ള നിലപാട്, ചരിത്രത്തിന്റെ ഗതി തന്നെ ഇതൊക്കെ മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, ഖമേനിയുടെ വിലാപയാത്രയ്ക്കിടയിൽ ദൃശ്യമായിട്ടുള്ള ജനകീയ ഐക്യം, ഇങ്ങനെ ട്രംപിന്റെ വഞ്ചനാപരമായിട്ടുള്ള നീക്കങ്ങൾ വേറെ, ഇതെല്ലാം ചേർന്നിട്ട് ആഗോള രാഷ്ട്രീയത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റി എഴുതുന്ന വലിയൊരു ചരിത്ര സംഭവമായി മാറുകയാണ്. ഏതായാലും ഇറാന്റെ ജനത ഇറാൻ ഭരണകൂടത്തോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നത് ലോകത്തെ മറ്റു ജനങ്ങൾ തങ്ങളുടെ രാജ്യത്തോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് കണ്ടുപഠിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടി ചേർത്ത് നമ്മൾ വായിക്കേണ്ടത്, എല്ലാവരും ഇറാനെ കുറ്റം പറയുന്നു. അതൊരു പക്ഷേ ഒരു മുസ്ലിം വിരോധം, അന്ധമായൊരു മുസ്ലിം വിരോധമാണ് ഇവിടെ. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വ്യക്തമായി സംസാരിക്കാം. ഈ മുസ്ലിം വിരോധം കൊണ്ട് ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു മതസ്ഥർക്ക് എന്താണ് ഗുണമെന്ന് ആ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയാം. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇറാനെ ഇങ്ങനെ ഭർജിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പശ്ചിമേഷ്യയിലെ ഈ വിഷയം മുഴുവൻ ഉണ്ടാക്കുന്നത് ഇസ്രായേലാണ്. അത് ഇറാനോട് മാത്രമല്ല, മുഴുവൻ രാജ്യങ്ങളിലും ഇസ്രായേൽ എന്ന് പറയുന്ന ആ തെമ്മാടി രാജ്യത്തിന്റെ ഈ കടന്നുകയറ്റങ്ങളും ആക്രമണങ്ങളും അവസാനിപ്പിച്ചാൽ പശ്ചിമേഷ്യ എന്നല്ല ലോകം മുഴുവൻ ശാന്തമാകുന്ന ഒരു സംശയമില്ല. ഇവിടെ ആ തെമ്മാടി രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു കള്ളനും കൂടി കൂട്ടു നിന്നു കൊടുക്കുന്നു എന്നതുകൊണ്ടാണ് ലോകത്തിൽ ഈ അസമത്വം ഉള്ളത് എന്ന് ചിന്തിക്കുന്നവന് മനസ്സിലാവും. Different angles. Don't forget to subscribe and support this channel.